കാരണം മനുഷ്യന്മാരെപ്പോഴുള്ള പണി എന്താണെന്നറിയോ? മൊബൈലും കൊണ്ടാണ് പോവുക മത്താഫിലേക്ക്. കഅബാലത്തിന് മക്കാം ഇബ്രാഹിം, ഹിജർ ഇസ്മായിൽ കെട്ട്, സ്വർണ്ണപ്പാത്തി, എന്താ പറയുക, മറ്റേ ഹജറുൽ അസ്വദിൻ്റെ ഏരിയ, ഇവിടെ മുഴുവനും എന്ത് ചെയ്യുക? ഭാര്യയും ഭർത്താവും എന്ത് ചെയ്യുക? സെൽഫി എടുത്തിട്ട് നേരെ വാട്സപ്പിലേക്ക് കയറ്റി വിടുക. ഇപ്പം എഹ്റാമിൽ നിൽക്കുന്നത് അപ്പോൾ കയറ്റുക. മറ്റോടത്ത് കയറണമെന്ന് പണിയില്ല. എവിടെ? അതിൻ്റെ മേലെ സ്ഥലമുണ്ട്, എന്ത് അൺലിമിറ്റഡ് ഏരിയ ഉണ്ട് അതിൻ്റെ മേലെ അപ്പുറത്ത്. ഏത്? എല്ലിയിൽ. അവിടെ തന്നെ പൂളിയവനില്ല. ഓൻ എന്താ പൂലി? വാട്സപ്പിൽ കയറണം. എന്താടാ സ്വീകരിക്കണത്? ആരടാ സ്വീകരിക്കണത്? എന്താണ് പൊന്നാരം ഡോക്ടറെ? അങ്ങനെ നല്ല പൊന്നും സഹോദര, ഞാൻ ഈ കണ്ടിലും എൻ്റെ മനസ്സ് പൊട്ടിപ്പോയി മനുഷ്യന്മാർ കാണിക്കുന്നത് കണ്ടിട്ട്. ഞാൻ ഹിജർ ഇസ്മായിൽ കെട്ടിൻ്റെ ഹിജർ ഇസ്മായിൽ കെട്ടിൻ്റെ ഉള്ള് പറഞ്ഞാൽ എന്താണ്? കഅബയാണ്. കഅബയുടെ ഉള്ളാണ് എന്ത്? ഹിജർ ഇസ്മായിൽ കെട്ട്. ഹിജർ ഇസ്മായിൽ കെട്ടിൻ്റെ ഉള്ളിലാണ് പാത്തി, അല്ലേ? പറ. ഹിജർ ഇസ്മായിൽ കെട്ടിൻ്റെ ഉള്ളിലാണല്ലോ എന്ത്? പാത്തി. പാത്തിൻ്റെ ചോട്ടിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കുക, ഭാര്യയും ഭർത്താവും കഅബയെ ചാരി നിന്നിട്ട്. എന്ത് മനുഷ്യന്മാർ, എന്ത് ദീന്! എങ്ങനെ ഇവർക്ക് ഇതിന് കഴിയണ്? എങ്ങനെ ഇവർക്ക് ഇതിന് സാധിക്കണം? എന്താ ഒരവസ്ഥ ഉണ്ട്? ഇനിയിപ്പോൾ ഇനി ആയത്തോതി തരി മൂല്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആയത്തോതി തോന്നാനോട് കിട്ടൂല. അത് പാടില്ല എന്ന് തന്നെ ആയത്തോലി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടൂല. വാട്സപ്പ് ഹറാമുൻ. മനസ്സിലായില്ല? ഓൻ അങ്ങനെ തന്നെ വേണ്ടി വരും. എന്ത് പറയടാ? വാട്സപ്പ് ഹറാമുൻ ദാഖിലൽ കഅബത്തി. കഅബൻ്റെ ഉള്ളിൽ വാട്സപ്പ് ഹറാമാണ് എന്നുള്ള ആയത്ത് ഇറങ്ങണം. അതിപ്പോൾ ഇനിയിപ്പോൾ ഒന്നും കൂടി നബി വന്നിട്ട് 6000 ചില്ലാനം 7000 ചില്ലാനാക്കിയിട്ട് 1000 ആയത്തും കൂടി പുതിയത് ഇറക്കണം. അത് നടക്കുമോ? റസൂലുള്ളാഹിയുടെ പച്ച കുബ്ബയുടെ ചോട്ടിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കുക, ഭാര്യയും ഭർത്താവ്. എന്ത് മനുഷ്യന്മാർ! സാലിഹ്യങ്ങളായ മനുഷ്യന്മാർ പച്ചക്കുബയുടെ ചുവട്ടിൽ എങ്ങനെ പോകേണ്ടത്? പച്ചക്കുബൻ്റെ ചുവട്ടിൽ എങ്ങനെ പോകേണ്ടത്? പച്ചക്കുബയുടെ ചുവട്ടിൽ ചെരുപ്പ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എടാ, അതിൽ ചെരുപ്പിട്ട് നടക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ആരാണ് അവിടെ കിടക്കണത്? എടാ, ചെരുപ്പിടൽ സുന്നത്താണ് പൊട്ട. ചെരുപ്പിടൽ സുന്നത്തല്ലേ മൂല്യരൻ? ചെരുപ്പിടൽ സുന്നത്തുള്ള ബാബല്ലേടാ പൊട്ട. ഹംക്കെ ഈശി പഠിച്ചിട്ടുള്ളൂ. ചെരുപ്പൂരൽ നിർബന്ധമായ ബാബുജി പഠിച്ചിട്ടുണ്ടോ? മനസ്സിലായില്ല? ചെരുപ്പിടൽ സുന്നത്താണെങ്കിൽ ചെരുപ്പൂരൽ പറയടാ. എന്താണ് പൊട്ടനെ പോലെ ഇരിക്കുന്നത്? ചെരുപ്പിടൽ സുന്നത്താണെങ്കിൽ ചെരുപ്പൂരൽ നിർബന്ധമാണ്. തുവാ മലഞ്ചേരിയിലെത്തിയപ്പോൾ ചെരിപ്പൂര് എന്ന് കൽപ്പിച്ചു. ആരോട്? സയ്യിദുനാ എൻ്റെ മൂസാ നബിയുടെ മുൻഗാമികൾ അവിടെ ആടുമേച്ച് പോയിച്ചിട്ടുണ്ട്. അവിടെ ചെരുപ്പിട്ട് നടക്കാൻ പാടില്ല. ചെരുപ്പ് ഊരി കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ പരിശുദ്ധ പച്ചക്കുബയുടെ മുന്നിൽ നടന്നു പോണ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെയല്ല? കാരണം അള്ളാൻ്റെ ഹബീബിൻ്റെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് ഒരു മോമിനായ മനുഷ്യൻ നടക്കൂല. എന്നാ കിതാബിൽ കാണിച്ചോണ്ട, കിതാബിലൊന്നും കാണൂല. അത് മുതഅദ്ദിബ. നിങ്ങൾക്കറിയോ സംഭവം? ഈ വഹാബികൾക്ക് പിഴക്കാനുള്ള കാരണം എന്താ നിങ്ങൾക്കറിയോ? കേട്ടോ, വഹാബികൾക്ക് പിഴക്കാനുള്ള ഒരു കാരണം, ബനൂ തമീം ഗോത്രക്കാരൻ, ബനൂ തമീം വഹാബികൾ വളരെ ചിന്തിക്കണം. വഹാബികൾക്ക് പിഴക്കാനുള്ള ഒരു കാരണം എന്താണെന്നറിയോ? തല കൊടുത്ത് ചിന്തിച്ചോ. കേട്ടോ, ഒരു അത്ഭുതകരമായ വാർത്ത പറയാൻ. വഹാബികൾ, ഞാനത് ഇന്നലെ പറയാൻ വേണ്ടി വന്നതാ. പിന്നെ ഞാനതൊക്കെ അത് വിഴുങ്ങി. ഇനിയിപ്പോൾ എന്നെ കൊണ്ടൊരു പ്രശ്നം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ച് ഞാനത് ഇന്നലെ പറയാൻ വേണ്ടി വന്നതാ. പിന്നെ അതൊക്കെ അങ്ങോട്ട് വിഴുങ്ങിയാൽ ഒഴിവാക്കി. വഹാബികൾക്ക് ഒരു തെളിവ് പറഞ്ഞുതരാം. വഹാബികൾക്ക് പിഴക്കാനുള്ള ഒരു കാരണം, ബനൂ തമീം ഗോത്രക്കാർ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ താമസിക്കുന്ന വീട്ടിൻ്റെ പുറത്ത് വന്നു. യാ മുഹമ്മദ് ഖുർജുൽ ഇലൈന, മുഹമ്മദെ ഇറങ്ങി വാ, മുസ്ലിം, ഞങ്ങൾ മുസ്ലിം ആകാൻ വന്നതാണെന്ന് വിളിച്ചു പറഞ്ഞു. ഏത് ഗോത്രക്കാർ? ബനൂ തമീം ഗോത്രക്കാർ. അതിൽ ഖുർആൻ ആയത്തിറങ്ങി, വഅക്തറുഹും ലാ യഅഖിലൂൻ, അവരിൽ ഭൂരിഭാഗം ആളുകൾക്കും ബുദ്ധിയില്ലാത്തവരാ. മനസ്സിലായോ? അത് ശരിയല്ല എന്ന് ചിന്തിക്കുന്നവർ ആ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതിൽ ബഹളം വെച്ച ഒരാൾ ദുൽഹുവൈസിറത്താണ്. ദുൽഹുവൈസിറത്ത് 2 ഉണ്ട്, ഒന്നല്ല. ചില ദുൽഹുവൈസിറത്ത് 2 കിട്ടാ. ചില വേളന്മാർക്കൊക്കെ അവിടെ പേക്കാറുണ്ട്. ദുൽഹുവൈസിറത്ത്
യമാനിയുമുണ്ട്, ദുൽ ഖുവൈസിറത്തു തമീമിയുമുണ്ട്. ഈ പരാമൃഷ്ടൻ ദുൽ ഖുവൈസിറത്തുൽ യമാനി അല്ല, ദുൽ ഖുവൈസിറത്തു തമീമിയാണ്. പള്ളിയിൽ മൂത്രമൊഴിച്ചത് ദുൽ ഖുവൈസിറത്ത, അത് ഇയാളല്ല, അത് യമാനിയാണ്. അത് ദുൽ ഖുവൈസിറത്തു തമീമിയാണ്, ഇത് ഇയാൾ തന്നെയാണ്, ഇയാൾ തന്നെയാണ്. ഈ ദുൽ ഖുവൈസിറത്ത് ഉണ്ടല്ലോ, തമീം ഗോത്രക്കാരനായ ദുൽ ഖുവൈസിറത്ത് ആ കൂട്ടത്തിലുണ്ട്. ഇയാളടക്കമുള്ളവർ വന്നിട്ടാണ് മുഹമ്മദ് ഇറങ്ങി വാ, മുഹമ്മദ് ഇറങ്ങി വാ എന്ന് പറഞ്ഞ് മുത്ത് മുഹമ്മദ് മുസ്തഫാനോട്. അപ്പോൾ അവരെ ആക്ഷേപിച്ചുകൊണ്ട് ആയത്തിറങ്ങി. റസൂലുള്ളാഹിന്റെ പൊരന്റെ മുന്നിൽ അങ്ങനെ പറയാൻ പാടില്ല. ഇയാളാണ് പിന്നീട് ഒരിക്കൽ കുരുത്തക്കേട്, ചെറിയൊരു കുരുത്തക്കേട് വന്നു. ഇയാളാണ് പിന്നീട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗനീമത്തായി സ്വർണ്ണ കട്ടികൾ കിട്ടിയപ്പോൾ അത് അയാൾ റസൂലുള്ള എന്ത് ചെയ്തു? അത് മദീനക്കാർക്കോ മറ്റോ കൊടുക്കാതെ എന്ത് ചെയ്തു? അതിൽ ചില പുതിയ വിശ്വാസികൾ ആയ ആളുകൾക്ക് ഈ സ്വർണ്ണക്കട്ടിയെ വെട്ടിപ്പൊളിച്ച് റസൂലുള്ള ഓര് ചെയ്തു കൊടുത്തു. മദീനക്കാർക്ക് പോലും കൊടുത്തില്ല. മുനാഫിഖുകൾക്ക് അത് ചെറിയ വിമിഷ്ടവും ഉണ്ടായി. അപ്പോൾ ദുൽ ഖുവൈസിറ വീണ്ടും നബിയുടെ അരികിൽ വന്ന് പറഞ്ഞു, യഅദിൽ യാ മുഹമ്മദ്, മുഹമ്മദേ നീതി പാലിക്കുന്നു. ഇദാലം അകുൻ ഇദാലം അഅദിൽ ഫമൻ യഅദിൽ എന്ന് മുഹമ്മദ് മുസ്തഫ. ഞാൻ നീതി പാലിക്കുന്നില്ലെങ്കിൽ പിന്നെ ലോകത്ത് ആരാണ് നീതി പാലിക്കാന്ന് റസൂലുള്ളാഹി ചോദിച്ചു. അപ്പോൾ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്രിബു ഉനുഖഹു യാ റസൂലല്ലാഹ്, നബി ഇവന്റെ പെരടി ഞാൻ വെട്ടിക്കൊള്ളാൻ. ഇല്ല, ഫഖാല ദഅഹു, വിട്ടാള. യഖ്റുജു മിൻഹു ഖൗമുൻ, ഇവന്റെ മുതുകിൽ നിന്ന് ആഖിർ സമാനിൽ ഒരു ജനത പുറപ്പെടും. യഹ്ഖറു അഹദുക്കും സ്വലാത്തഹു ഇലാ സ്വലാത്തിഹിം, അവനക്കാരവും കണ്ടാൽ നിങ്ങളെ നിസ്കാരം ഒന്നും ആവില്ല. വയഹ്ഖറു ഖിറാഅത്തുഹും ഇലാ ഖിറാഅത്തിഹിം, അവരുടെ ഓത്ത് കണ്ടാൽ നിങ്ങളെ ഒന്നാവില്ല. ഓരോ കാര്യത്തിനും ആയത്തോടും ഉയംറുഖൂന മിൻ ദീൻ, അവർ ദീൻ നിന്ന് തെറിച്ചു പോകും. കമാ യംറുഖു സഹ്മു മിൻ അർമിയ, വേട്ടമൃഗത്തിൽ നിന്ന് അമ്പ് പുറത്തു ചാടും പോലെ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു ചാടുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ ദുൽ ഖുവൈസിറത്തിന്റെ പരമ്പരയിൽ വന്ന ആളാണ് ആര്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന മനുഷ്യൻ ലഅനത്തുല്ലാഹി എന്നൊന്നും ചെല്ലണ്ട, അങ്ങനെയൊന്നും ചെല്ലണ്ട. പക്ഷെ കാര്യം എന്താണ്? ഈ ദുൽ ഖുവൈസിറ തമീം ഗോത്രക്കാരനാണ്. ദുൽ ഖുവൈസിറ തമീം ഗോത്രക്കാരൻ തന്നെയാണ്. ആരും തമീം ഗോത്രക്കാരുടെ തലസ്ഥാനം റിയാദാണ്, അന്നും ഇന്നും. ദിർഇയ, നെച്ചിത്ത് ഒക്കെ പറഞ്ഞത് മനസ്സിലായോ? ദുൽ ഖുവൈസിറ, ഈ പറയുന്ന ദുൽ ഖുവൈസിറയുടെ പരമ്പരയിലാണ് ആര് ജനിക്കുന്നത്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ജനിക്കുന്നത്. ഇവർ എൻ്റെ സമുദായത്തിൽ നിന്ന് ദജ്ജാലിനോട് ചേരുമെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഇവർ എൻ്റെ സമുദായത്തിൽ നിന്ന് ദജ്ജാലിനോട് ചേരുന്ന റസൂൽ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവർ ദജ്ജാലിനെ സ്പീൻ പറ്റും. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. എൻ്റെ കുരുത്തക്കനാണ്, അതബുകേട്. ലേശം മതി അതബുകേട്. അതബിന് എപ്പോഴും വില, അതബുകേട് എപ്പോഴും മോശം. ഒരു മുഅ്മിനായ മനുഷ്യൻ എപ്പോഴും കേവലമുള്ള നിയമങ്ങൾ മാത്രം നോക്കി എന്നിട്ട് എന്താ കാര്യം? വെറും നിയമങ്ങൾ നോക്കി അദബ് എന്ന സംഗതി പരിഗണിച്ചില്ലെങ്കിൽ ദീന അദബല്ലേ കുട്ടി? ഓരോന്നും നമുക്ക് നിയമങ്ങളെ കണ്ടെത്താൻ കഴിയണം, എന്തിനും. അതല്ല, ദീനി എന്നാൽ അദബാണ്. മുഅ്മിനായ മനുഷ്യന്റെ മഹത്വം എന്നത് മുഅ്മിനായ മനുഷ്യന്റെ അദബാണ്. അവൻ ഏത് കാര്യത്തിലും ആദാബിനെ സൂക്ഷിക്കുന്നവരായിരിക്കും. അവന്റെ രീതി, അവന്റെ പെരുമാറ്റം. ഹബീബായ റസൂലുള്ളാഹി മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഒരു സമൂഹത്തോട് ഒരാൾ സദൃശനായാൽ അവനിൽപ്പെട്ടവനാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസിന്റെ ഒരു വ്യാഖ്യാനം ഒരിക്കൽ ഞാൻ ശറഹ് മുസ്ലിം അങ്ങനത്തെ നിങ്ങൾക്ക് വായിച്ചാൽ എൻ്റെ ഓർമ്മ. വഫീ ഹാദൽ ഹദീസ് ദലീലുൻ അലൻ നഹി ശദീദ് വൽ വഈദ് അല തശബ്ബുഹി ബിൽ കുഫാർ. ഈ ഹദീസിൽ ശക്തമായ വിരോധവും താക്കീതുമുണ്ട്. കുഫറിനോട് ഒരിക്കലും സാദൃശ്യമാകാൻ പാടില്ല. ബി അഖ്വാലിഹിം, അവരുടെ വാക്കുകൾ നമ്മൾ പറയാൻ പാടില്ല. വ അഫ്ആലിഹിം, അവരുടെ പ്രവൃത്തി നമുക്കുണ്ടാകാൻ പാടില്ല. അവരുടേതായ മാത്രമുള്ള പ്രവൃത്തി ഉണ്ട്, ആ പ്രവൃത്തി നമുക്കുണ്ടാകാൻ പാടില്ല. വലിബാസിഹിം, അവരുടെ വസ്ത്രമോ വസ്ത്രത്തിന്റെ ശൈലിയോ നമുക്കുണ്ടാകാൻ പാടില്ല. വഇയാദിഹിം, അവർ ആഘോഷമാക്കുന്നത് നാം ആഘോഷമാക്കാൻ പാടില്ല.
അവരുടേത് മാത്രമായ ചില ആഘോഷം ഉണ്ടാവും, നമുക്ക് ഉണ്ടാവാൻ പാടില്ല. മിനൽ ഉമൂരില്ലത്തി ലം തുശ്റഅ ലനാ, നമ്മുടെ ശറഇൽ ഇല്ലാത്ത കാര്യങ്ങളെ നാം പിൻപറ്റരുത് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ ഇമാം നവവി റളിയല്ലാഹു അൻഹു ശറഹ് മുസ്ലിമിൽ പറഞ്ഞ വ്യാഖ്യാനമാണ് ഈ പറഞ്ഞത്. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് അറിയോ മുഅ്മിനീങ്ങളെ? ആരും നന്നായി ആശ മുഅ്മിനൊരു കോലുണ്ട്, ആ കോലത്തെ തന്നെ ജീവിക്കണം. മറ്റേത് ഇങ്ങോട്ട് ഇറക്കുക, മനസ്സിലായില്ലേ? എന്ത് കൃതാവ് ഇങ്ങനെ ഉണ്ട് ഇറക്കി. ആ സ്ഥലത്ത് കൂടി കത്തി നടന്നില്ല എന്നല്ലാതെ വല്ലതും ഉണ്ടോ എന്നാ കേട്ടോ? ഉണ്ട്. എവിടെ ഉണ്ട് എന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. അൽ മീസത്തു ബൈനൽ നസ്വാറ വ ബൈനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ഇടയിൽ കുരിശുദ്ധ കാലഘട്ടത്തിൽ വ്യത്യാസം. അതായത് ലക്ഷക്കണക്കിന് പട്ടാളക്കാരാണ് പടിഞ്ഞാറുനിന്ന് വന്നത്, നമ്മൾ മുസ്ലിമീങ്ങളും. മനസ്സിലായില്ലേ? സിറിയയിൽ നിന്ന്, അതേപോലെ തന്നെ യമനിൽ നിന്ന്, സിറിയയിൽ നിന്ന്, മിസ്റിൽ നിന്ന്, ഫലസ്തീനിൽ നിന്ന്, ജോർദാനിൽ നിന്ന്, ഇവരെല്ലാം മുസ്ലിം സംഘശക്തികൾ ഒരുമിച്ച് കൂടി പടിഞ്ഞാറുനിന്ന് ആരും വന്നു. പട്ടാളക്കാർ ഘോരമായ യുദ്ധമാണ്. 2, 3, 4 സമയങ്ങളിലായി, ഘട്ടങ്ങളിലായി നടന്നിട്ടുള്ള നൂറ്റാണ്ടുകൾ നടന്ന യുദ്ധമാണ് എന്ത്? കുരിശുദ്ധം. ഈ കുരിശുദ്ധത്തിൽ കേട്ടോ കുരിശുദ്ധത്തിൽ പട്ടാളക്കാരെ തിരിച്ചറിയാനുള്ള ഒരു വസ്തുത എന്തായിരുന്നു അറിയോ? ഒന്ന് അൽ ഖസ്ആണ്. ഖസ്ആ ക്രോപ്പ്. 2 കൃതാവ്. ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ് മുസ്ലിമിനെയും മുസ്ലിം അല്ലാത്തവരെയും ആ കാലഘട്ടത്തിൽ തിരിച്ചറിഞ്ഞത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? അതായത് പടിഞ്ഞാറിന്ന് വന്നവരൊക്കെ എന്തായിരുന്നു? ക്രോപ്പടിച്ചവരായിരുന്നു, കൃതാവുള്ളവരായിരുന്നു. മുസ്ലിമീങ്ങൾക്ക് ക്രോപ്പുമില്ല, കൃതാവുമില്ല. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളുടെയും അമുസ്ലിമീങ്ങളുടെയും ഇടയിൽ വ്യത്യാസമാക്കി കണ്ട സാധനമാണ് എന്ത്? കൃതാവ്. അത് ഇങ്ങോട്ട് ഇറക്കി ഓടിക്കാൻ പാടില്ല. എന്നാൽ അപ്പോൾ എന്ത്? പ്രത്യക്ഷത്തിലൊന്നുമില്ല, പക്ഷെ അത് മുസ്ലിമിൻ്റെയും കാഫറിൻ്റെയും ഇടയിലുള്ള ഒരു അടയാളമാണ്. പറഞ്ഞത് മനസ്സിലായില്ലേ? വളരെ ചിന്തിക്കണം. അവിടെ നിന്ന് പുറകോട്ട് പോയാൽ നമ്മൾ നാശാവും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഓരോ കാര്യത്തിനും എന്തിനും നമുക്ക് നമ്മുടേതായ ഒരു രീതിയുണ്ട്. അതെന്തിനുണ്ട്. ഭക്ഷണം കഴിക്കലുണ്ട്, പെരുമാറ്റത്തിലുണ്ട്, എല്ലാത്തിനുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ ഭക്ഷണം കഴിക്കുന്നതിലുണ്ട്, വെള്ളം കുടിക്കുന്നതിലുണ്ട്. ഇതാ ഓരോന്നിനും വെള്ളം എടുത്തു കുടിക്കാൻ പാടില്ല. എത്ര നിയമങ്ങളാണ് എന്ന്. ഒന്ന്, പാത്രത്തിലെത്ത് കുടിക്കണം. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനി ശുർബി മിൻ ഫമിൽ ഖിർബ, തോൽപാത്രത്തിന്റെ വായ വെച്ച് കുടിക്കുന്ന നബി വിരോധിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഒരു പാത്രത്തിലേക്ക് എടുത്തേ മുഅ്മിൻ കുടിക്കുള്ളൂ. ഇപ്പോൾ ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ച ഒരു സംഗതി എന്തെന്നറിയും? ഏത് വായ കുടിസായ പാത്രത്തിൽ നിന്നും കുടിക്കുന്ന ആൾക്ക് ഗ്യാസ് കൂടുന്നു. കുപ്പിയിൽ നിന്ന് നേരിട്ട് വെള്ളം കുടിക്കുകയാണെങ്കിൽ എന്തുണ്ടാവും? ഇത് ഗ്യാസ് മാത്രമൊന്നുമല്ല കേട്ടോ, ഗ്യാസയിൽപ്പെട്ടൊരു സംഗതിയാണ്. റസൂലുള്ള പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ പഴയ കാലത്ത് തോൽപാത്രം കോർക്കിട്ടടക്കും, എന്നിട്ട് തോൽപാത്രത്തിൽ നിന്ന് കുടിക്കും. റസൂലുള്ള എന്ത് ചെയ്യൂല? കുടിക്കാൻ വയ്ക്കൂല. തോൽപാത്രത്തിൽ നിന്ന് കുടിക്കാൻ പാടില്ല. എന്ത് ചെയ്യണം? തോൽപാത്രത്തിൽ നിന്ന് പാത്രത്തിലേക്ക് വെള്ളം ഒഴിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു സംസ്കാരങ്ങൾ ആലോചിക്കും. അപ്പം മുസ്ലിം അല്ലാത്തവന് തോൽപാത്രം മാത്രം മതി. മുസ്ലിമായ മനുഷ്യന് തോൽപാത്രം വേണം, പാത്രം വേണം. കാരണം എന്ത് ചെയ്യൂല? തോൽപാത്രം കുടിക്കൂല, വെള്ളം എടുത്ത് കുടിക്കുള്ളൂ. സംസ്കാരമാണത്. എന്നാൽ തോൽപാത്രത്തിൽ നിന്ന് വെള്ളം കുടിക്കുന്നതുകൊണ്ട് ഹറാമുണ്ടോ? ഹറാമെന്നല്ല, മോമിൻ്റെ രീതിയല്ലേ അത്. മോമിനായ മനുഷ്യൻ്റെ രീതി അങ്ങനെയല്ല. മോമിനായ മനുഷ്യൻ ഇവർ വെള്ളം കുടിക്കുമ്പോൾ ഈ വെള്ളം ഇപ്പം പള്ളിയേക്കാൾ എത്തുമായിട്ട് തന്നെ നിയമം നോക്കുകയാണെങ്കിൽ കുടിക്കേണ്ടില്ലായിരുന്നു തോന്നിപ്പോവും. എത്ര നിയമം? ഒന്ന്, പാത്രത്തിലേക്ക് എടുക്കണം. മനസ്സിലായില്ലേ? പിന്നെ എന്ത് ചെയ്യണം എന്നറിയോ? പിന്നെ എന്ത് ചെയ്യണം? വലത്തെ കൈകൊണ്ട് പിടിക്കണം. പിന്നെ എന്ത് ചെയ്യണം? ഇരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? കുടിക്കണം. ഒറ്റയടിക്ക് കുടിക്കരുത്. തവണകളാക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വിത്ർ ഭയങ്കര ഇഷ്ടമാണ്. ഒറ്റയിൽ അവസാനിപ്പിക്കുന്ന തവണയാണ് റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടം. അങ്ങനെയാക്കണം നിയമം. പിന്നെയോ ഇതിലേക്ക് ശ്വാസം വിടരുത്. പിന്നെ നിയമം. പിന്നെന്താ നിയമം? അടുത്തൊരു നിയമം. എൻ്റെ കയ്യിൽ ബാക്കിയുണ്ട്, വെള്ളം ബാക്കിയുണ്ട് എങ്കിൽ, അടുത്ത ആൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ ഫബ്ദ ബിൽ യമീനി, വലഭാഗത്തുള്ള ആൾക്കാണ് കൊടുക്കണം. ഇടഭാഗത്തെ ആളുണ്ട്, വലഭാഗത്തെ ആളുണ്ട്. രണ്ടാൾക്കും വെള്ളത്തിന്
ആവശ്യവുമുണ്ട് എങ്കിൽ നിന്റെ ആവശ്യം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വലഭാഗത്ത് അതന്നെ ഒരു നിയമം. അത് നീ വെള്ളം കുടിച്ചപ്പോൾ അവർ വന്നപ്പോഴാണ്, ഈ വെള്ളം കുടിച്ചിട്ട് അവർ വന്നപ്പോഴാണ്. അവരുണ്ടാവുമ്പോൾ ഈ വെള്ളം കുടിക്കുകയാണെങ്കിലോ നിയമം ഇനി മാറും. തിരിഞ്ഞിട്ടില്ല. അതായത് നീ വെള്ളം കുടിച്ചപ്പോഴാണ് അവർ വന്നത്, അപ്പോഴാണ് എന്തോട് തുടങ്ങുക? നിൻ്റെത് കഴിഞ്ഞിട്ട് അവരിലെ വലഭാഗം കൊണ്ട് തുടങ്ങാം. നേരെ മറിച്ച് നേരെ തിരിച്ച്. എങ്ങനെ? നീയും അവരും കൂടി ഉണ്ടായപ്പോൾ വെള്ളം നിന്റെ കയ്യിലുമാണ് എങ്കിൽ സാക്കിൽ ഖൗമി ആഖിറുഹും, പുതിയ നിയമം വീണ്ടും വരും, ഈ അവസാനം കുടിക്കണം. തിരിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ല? അതായത് നമ്മൾ പാത്രത്തിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ചപ്പോൾ രണ്ടാൾ കയറി വന്നു, രണ്ടാൾക്കും എന്തുണ്ട്? വെള്ളത്തിന് ആവശ്യമുണ്ടെങ്കിൽ ഫബദ ബിൽ യമീനി, ഈ കുടിച്ചതിൻ്റെ ബാക്കി ആദ്യം എന്ത് ചെയ്തോ? പല ഭാഗത്ത് വിടുന്നു. ഇത് നീ കുടിച്ചെടുത്ത് അവർ ഇല്ലാതിരിക്കുമ്പോഴാണ്. നേരെ മറിച്ച് തിരിച്ച്. എങ്ങനെ? നമ്മളൊരു 4 ആളുണ്ട്, അപ്പോൾ എൻ്റെ കയ്യിലാണ് എന്തുള്ളത്? വെള്ളം ഉള്ളത് എങ്കിൽ നിങ്ങൾ അടക്കി നടത്താക്കി. അത് പറ്റൂല. സാക്കിൽ ഖൗമി ആഖിറുഹും, പാത്രം വെള്ളപാത്രം നിന്റെ കയ്യിലാണെങ്കിൽ നീ അവസാനം കുടിച്ചിരിക്കണം. മറ്റോനാ ഭാഗ്യക്കാരൻ. വെള്ളപ്പാത്രം നിന്റെ കയ്യിലാണെങ്കിൽ ഭാഗ്യക്കാരൻ മറ്റോനാ. ഇവൽക്കൊക്കെ കുടിച്ച് നമുക്കൊന്നും ഉണ്ടാവില്ല. എന്നാലും സാക്കിൽ ഖൗമി ആഖിറുഹും. അബൂ ഹുറൈറ പള്ളയെ പഴിച്ച് ബോധം കെടുമെന്നായപ്പോൾ സിദ്ദീഖുൽ അക്ബർ ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ മസല ചോദിച്ചെന്ന് സിദ്ദീഖുൽ അക്ബറിനോട്. മസല സിദ്ദീഖ് പറഞ്ഞു കൊടുത്ത്. സിദ്ദീഖൻ ഇറങ്ങിപ്പോയി, വിളിച്ചില്ല. കാരണം സിദ്ദീഖിൻ്റെ പേരയിൽ ഒന്നുമില്ല. അവിടെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഉമർ ഇബ്നുൽ ഖത്താബ് പള്ളിയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ എന്ത് ചെയ്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതേ മസല പിന്നെ ചോദിച്ചു. ഇതാരോട് ചോദിച്ചിട്ടുണ്ട്? ആരോട് ചോദിക്കണ്ട, ഈ വിവരം ആർക്കറിയാം? പറ, ഈ വിവരം ആർക്കറിയാം? അബൂഹുറൈറക്കറിയാം, ഈ മസലൊക്കെ അറിയാം. പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞപ്പോൾ അതും ചോദിച്ചു. അപ്പോൾ മസല പറഞ്ഞു കൊടുത്തു, വിളിച്ചില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് ഇറങ്ങിപ്പോയി. അങ്ങനെ പോയി. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നുണ്ടത്. വന്നുകൊണ്ട് തന്നെ റസൂലുള്ള പറഞ്ഞ്, റസൂലുള്ളാഹിന്റെ അടുത്ത് മസല ചോദിക്കാനൊന്നും റസൂലുള്ള വെച്ചില്ല, പോരുകയാണ്. വാന്നാണ് ബാക്കിൽ ഇങ്ങനെ നടന്ന് പോരയിലെത്തിയപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബിബിയോട് ചോദിച്ചു, ആയിഷ അല്ല എന്തൊക്കെ ചെയ്യും? ആയിഷ, ഇവിടെ വല്ലതും കിട്ടിയിട്ടുണ്ടോ? എൻ്റെ കൂടെ അബൂ ഹുറൈറയും ഉണ്ട്, എൻ്റെ കയ്യിൽ ഇവിടെ വല്ലതും കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഫഖാലത്ത് നഅം മഅി ലബനുൻ യാ റസൂലല്ലാഹ്, ഇവിടെ കുറച്ച് പാലുണ്ട് നബിയെ എന്ന് പറഞ്ഞു. അപ്പോൾ ഫഖാല, റസൂലുള്ള പറഞ്ഞു, നാദി മൻ ഫിൽ മസ്ജിദി, പള്ളിയിൽ ഇൽമ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും വിളിച്ചു പറഞ്ഞു. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ ജീവിതത്തെ ആദ്യമായിട്ടും അവസാനത്തിലും നബിയോട് എനിക്ക് ദേഷ്യം തോന്നാൻ എന്നാണ്. എന്ത് മിനൽ ലബനി, എൻ്റെ കയ്യിൽ കുറച്ച് പാലുണ്ട് എന്നാണ് ആര് പറഞ്ഞത്? ആയിഷ ബീവി പറഞ്ഞത്. അവിടെ 60ഓളം ആളുണ്ട്. അവരെ വിളിക്കാനാ നബി പറഞ്ഞു. ഇവരെ വിളിച്ചു കൊണ്ടെന്നാ എനിക്കൊന്നും എന്ത് കിട്ടാന്? എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യം അവസാനം നബിയോട് ദേഷ്യം തോന്നിയത് അന്നാണ് എന്ന് സയ്യിദ്നാ അബൂ ഹുറൈറ റളിയല്ലാഹു. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ എല്ലാവരും വിളിച്ച് എല്ലാവരും റസൂലുള്ളാഹിന്റെ വീട്ടിൽ വന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനി രസം കിട്ടാ, ഇനിയുള്ള കളി. റസൂലുള്ളാഹി പാൽപാത്രം ആരെ കയ്യിലോട്ട് കൊടുത്ത്? അബൂ ഹുറൈറ കയ്യിൽ കൊടുത്ത്. അങ്ങനെ അബൂ ഹുറൈറ വലിയ റാഹത്തിന് പിടിക്കാൻ ഇങ്ങനെ ഒരുങ്ങണ നേരത്തെ പറഞ്ഞു, ഈ വിളിച്ചിട്ടാണ് ഇവര് വന്നത്. സാഖിൽ ഖൗമി ആഖിറുഹും, കുടിപ്പിക്കുന്ന ആൾ അവസാനം കുടിക്കാൻ പാടുള്ളൂ. പിന്നെ എനിക്ക് വിഷമായി. ഞങ്ങൾ വലഭാഗത്ത് നിന്നാണ് തുടങ്ങി, ഓരോരുത്തർക്കാണ് കൊടുത്ത്. എല്ലാവരും കുടിച്ചു. റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തുകൊണ്ട് പാല് തീർന്നില്ല. ഓരോരുത്തരും പാല് കുടിച്ച് പള്ളിയിലേക്ക് തിരിച്ചുപോയി. അവസാനം വന്ന് ഈ 60 ആൾ പാല് കുടിച്ച് തിരിച്ചുപോയി. ഇനി മൻ ബഖയ അബൂ ഹുറൈറ, ഇനിയിപ്പം ആരാണ് ബാക്കിയുള്ളത്? അനവാന്ത യാ റസൂലല്ലാഹ്, ഞാൻ നബിയെ നിങ്ങളും ഞാനുണ്ട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഫശ്റബ് അൻതും, എന്നാ ചുടിക്കുന്നു. കാരണം വിഷയം ഗൗരവമാണ്.
60 ആൾക്ക് സാക്കിയാണ് അബൂ ഹുറൈറ എങ്കിൽ അബൂ ഹുറൈറയുടെ സാക്ക് റസൂലാണ്. മനസ്സിലായില്ല? 60 ആൾക്ക് കുടിപ്പിച്ചതാരാ? അബൂ ഹുറൈറ ആണെങ്കിൽ ഇത് അബൂ ഹുറൈറക്ക് കിട്ടിയ പാലല്ല, ആർക്ക് കിട്ടിയ പാലാ? റസൂലുള്ളാഹിക്ക് കിട്ടിയ പാലാ. അപ്പോൾ ഇവിടെ റസൂലുള്ളാഹി ആരാകണം? അവസാനം റസൂലുള്ളാഹി ആരാകണം? ഞാനും നിങ്ങളും പാലും ഉണ്ട്. ഷറബ് പറഞ്ഞ ഈ കുടിച്ചോ. ഇപ്പൊ ശരി മുത്തു, ഞാൻ കുടിച്ചു. വായെടുത്തപ്പോൾ പറഞ്ഞു ഇഷ്റബ് യാ അബൂ ഹുറൈറ, കുറച്ചും കുടിച്ചോ. ഞാൻ എൻ്റെ വയറ് നിറയോളം കുടിച്ചിട്ടും ഫമാ നഖസ മിനൽ ലബനി ശൈഉൻ, പാലിൽ അല്പം പോലും ചുരുങ്ങിയില്ലാണ് സയ്യിദുനാ അബൂ ഹുറൈറ. ഇവിടെ നിയമങ്ങളൊക്കെ പാലിച്ച കണ്ടു. അല്ല അദബ് എത്രയാ. നേരെ മറിച്ച് ഇത് വേറൊരു വിഭാഗത്തിന്റെ കയ്യിൽ കിട്ടിയാലോട് കുടിക്കും, മറ്റവരെല്ലാവരും കൂടി പാഞ്ഞു പൻ്റെ പിന്നാലെ കൂടും, കുറെ പാല് തട്ടി ചിന്തി പോവും. മനസ്സിലായില്ല? അവൻ ഈ മൂലക്കന്ന് മറ്റേ മൂലക്ക് പോയും. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? പറയടാ. ഒരു പാൽപാത്രം കിട്ടി പത്തറിവിച്ചില്ലാൻ ആളെ എല്ലാവർക്കും പൊയ്ക്കുക, വിശക്കുക. ആ നേരത്ത് എന്താ ചെയ്യുക? മറ്റവരും കണക്കാക്കും. അപ്പം എന്താവും? കുടിക്കും. അപ്പോഴത്തേനും മറ്റൊരു ബഹളം വെക്കും, പാലും കൊണ്ട് പായും, പകുതി മുക്കാലും പായും പോവും. അല്ലേ? അങ്ങനെ തന്നെയല്ലേ? ആർക്കാണ് ഇവിടെ നിയമമുള്ളത്? ഇതെന്താ? ഇതൊരു സംസ്കാരമാണ്. വളരെ കൃത്യമായ കാര്യം. ഒരു പാലിട്ട് കുടിച്ച് വായിലെത്തുമ്പോഴത്തിന് എത്രയാണ് കുട്ടികളെ നിയമമുള്ളത്? എന്തൊക്കെ നിയമമാണ് പാലിക്കേണ്ടത്? അപ്പൊ ഇതെന്നെ ബഹുമാനപ്പെട്ട സത്യത്തിൻ സംസ്കാരമാണ്. സംസ്കാരത്തിന് വിരുദ്ധമായ ഒന്നും ഒരു മുഅ്മിനായ മനുഷ്യന്റെ വാക്കിലോ നോക്കിലോ പെരുമാറ്റത്തിലോ രീതിയിലോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഒന്നിലും പാടില്ല. അവന്റെ വാക്ക്, അവന്റെ പ്രവൃത്തി, അവന്റെ പെരുമാറ്റം, അവന്റെ പദം ഒന്നിനും പാടില്ല. ഒരു കാര്യത്തിലും പാടില്ല. അവൻ സമ്പൂർണനായ ഒരു സംസ്കാരമുള്ള മനുഷ്യനായിരിക്കണം.